നമസ്കാരം ഗൈസ്. സിബിൻ കേസ് FIR ഫയൽ ചെയ്തു, DGP ഓർഡർ ഇട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് സീക്വൻസ് നമുക്ക് ഒന്ന് കീറി മുറിക്കാം. അപ്പോൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രസ് മീറ്റിങ്ങിൻ്റെ സംഭവം. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. നല്ല കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചത്, പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി. ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. പുറത്തു വിടാൻ പറ്റില്ല, ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഭീഷണി കോൾ തന്നെയാണ്. ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അതിലത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. ആ വരുന്ന വഴിയിൽ ഒരു കാർ അവര് തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില് 3 ദിവസം പൂട്ടിയിട്ടു. ഇപ്പോൾ കേട്ടില്ലേ, കുക്കർ കൊണ്ട് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കും കേട്ടിട്ട് എന്തോ ലൈക്ക് സിബിൻ്റെ പല വീഡിയോസും ഞാൻ കയറി മുറിച്ചിട്ടുണ്ടെങ്കിലും ലൈക്ക് 3 ദിവസം പൂട്ടിയിട്ടു എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ പാരൻസിന് ഇങ്ങനെ ഒരു അറ്റാക്കിങ് സംഭവം വന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ സിബിൻ പറയുന്ന ഒന്ന്, ലൈക്ക് സിബിൻ ആസ് എ കണ്ടസ്റ്റൻ്റ് ആൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ത്രട്ടൺ അല്ലെങ്കിൽ ഹറാസ്മെന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിബിൻ അതൊരു കോട്ട് ഇതുണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് സിബിൻ്റെ ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും പറ്റിയ ഒരു ത്രട്ട്, അതൊരു വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിച്ച സംഭവങ്ങളും കാര്യങ്ങളും, അത് എന്താണ് ഇങ്ങനെ ഒരു രീതിയിലോട്ട് ഇത്രയും വലിയൊരു ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ലൈക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമായിരുന്നോ, ഇതേപോലത്തെ ഒരു ഷോയിലാണോ ഞാനും ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് എനിക്ക് വന്നു. എനിവേ ഐ എം സോ ഹാപ്പി ടു ഹിയർ ദിസ്. ലൈക്ക് ആ ഒരു കേസ് ടേക്കപ്പ് ആയിട്ടുണ്ട്. അഡ്വക്കേറ്റ് പറയണം, നമുക്കൊന്ന് കേൾക്കാം. ആരാണ് വിളിച്ചത്, ആരാണ് ഓഫർ ചെയ്തത്, എല്ലാ മീഡിയ മുമ്പിലും നമ്മുടെ മുൻമത്സരത്തിൽ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിൽ വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കമ്പനിക്കെതിരെ വ്യക്തമായ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ഈ പരാതിയിലാണെങ്കിലും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ആർക്കെതിരെയാണ് അതാണ് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിനെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്, 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാരണം വെച്ചാൽ DGP കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിനെ അറിയാം, എന്റെ മോൾ ഈ 2 ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാലേ പ്രേക്ഷകർക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. 100%. യെസ്, അതായത് ഇപ്പോൾ ഫൈനലി DSP ലൈക്കിനോ ആ ഒരു കേസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 3 ദിവസം ആരാണ് പൂട്ടിയിട്ടത്, ഇതിന് ഓർഡർ കൊടുത്തത് ആരാണ്, ഇതിന് പുറകിൽ നിന്നുള്ളത് ആരൊക്കെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേൾക്കുന്നത്, ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം പാരൻസിന് വരെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഗെയിം ഷോ കാരണം എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ പാർട്ട്ണർ ചോദിച്ച പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇത് ആരാണെന്ന് അറിയണം, ഈ വ്യക്തികൾ ആരാണെന്ന് അറിഞ്ഞ് കണ്ടാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം പുട്ടിന് തേങ്ങയിട്ട മാതിരി മോഹൻലാൽ ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്, പ്രേക്ഷക വിധി പ്രകാരം പ്രേക്ഷകരാണ് വോട്ട്, പ്രേക്ഷകരാണ് വിധി നിർണയം, പ്രേക്ഷകരാണ് എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷോയിൽ ഇപ്പം ലൈക്ക് മാരാരോട് പോവരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മാരാർ പ്രസ് മീറ്റിംഗിൽ വരും എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് അവന് ശരിയുണ്ടെന്ന് തോന്നുന്ന കാര്യത്തിന് അവൻ കയറി ഇടപെടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ആൻഡ് അതും മാത്രമല്ല, ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ തവണയും ഇതേപോലെ ആ കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വോട്ട് കയറി പോയിട്ട് അത് ബ്ലോക്ക് ചെയ്തതാണ്. അതേപോലെ ഇപ്പോഴും കുറെ വോട്ടും കാര്യങ്ങളെല്ലാം വോട്ട് വൈസ് നടക്കുന്നുണ്ട്. ആൻഡ് സിബിന്റെ കേസ് സിബിൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, സൈക്കാട്രി. അതായത് നാദിരയ്ക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ടാസ്കിലെ ഗെയിം, അതിന്റെ വോയിസ് ഞാൻ നോക്കി, 2 വോയിസ് ഒരുമിച്ച് കേട്ടോണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്.
സ്വിമ്മിംഗ് പൂൾ ടാസ്കിന്റെ കാര്യം, ഇതിന്റെ ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവം ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഹാപ്പി ആവുന്നത് പുള്ളി ലൈക്ക് കേസ് ആദ്യം പോയപ്പോൾ റിജക്റ്റായി, രണ്ടാമത് അത് ഓക്കെ ആക്കി, ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ആരൊക്കെയാന്നുള്ളത് ആസ് എ XBB കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരു ഷോ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഒരു ഷോ അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ വ്യക്തി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയും സിബിൻ തന്നെ പറയുന്നുണ്ട് ഇത്ര ദിവസം നിർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ എന്നെയൊക്കെ ഔട്ടാക്കിയതിന്റെ പുറകിൽ പോലും ഈവൻ ഞാൻ ഗ്രാഫ് കയറി വന്ന സമയത്താണ് ഞാൻ ഔട്ടായത്. അതേപോലെ പല കണ്ടസ്റ്റൻസിന്റെ പേര് ഇപ്പൊ കിട്ടില്ല, ഫിറോസ് തന്നെ വന്നിട്ട് സംസാരിച്ച കാര്യങ്ങളുണ്ട്, ലൈക്ക് നെഗറ്റീവ്സ് കൂടിയിട്ട് പുറത്തിറക്കാൻ പറഞ്ഞതും. അയാളും അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അഖിൽമാരാർ പറഞ്ഞ പോലത്തെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. വന്ന് കിടക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിന്റെ രീതിയിൽ ആക്ഷൻ എടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരാൾ മാത്രമല്ല, ഇത്രയും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ പിന്നെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ മാതിരി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 ദിവസം പൂട്ടിയിടുക, പാരന്റ്സിന് പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെ പോരായിട്ട് ഒരു ത്രെഡ് കോളും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഒരു ത്രെഡ് കോള് നമ്മുടെ സിബിന് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ ത്രെഡ് കോൾ എന്നുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതൊക്കെ ഒരു അവസ്ഥയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഷോയ്ക്ക് വന്നിട്ട് ഇമ്മാതിരി അവസ്ഥ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പയ്യൻ ഈ പ്രസ് മീറ്റിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ലൈക്ക് നമുക്കൊരു അറ്റാക്ക്, നമുക്കൊരു ത്രെട്ട് ഫീൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് അവരുടെ പാരൻസ് ഒക്കെ ഭയങ്കര ഏജ്ഡ് ആണ്. ഇതൊക്കെ എന്ത് മാറ്റെടുത്ത പരിപാടി കാണിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ആ കോളൊന്ന് കേൾക്കാം. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെഡ് കോൾ ആയിരുന്നു. അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് ഞാൻ കൊണ്ട് പ്ലേ ചെയ്യാം. സോ നമ്മൾ വോയിസ് കേട്ടു. ഇതിനെ ഇപ്പം ലൈക്ക് സിബിൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കാരണം ഫൈൻ വാങ്ങിക്കും, നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ കോൾ വരികയും വാട്സപ്പ് വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. വാട്സപ്പ് വോയിസിൽ എനിക്കൊരു ത്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതിൽ റൂൾ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞതിൽ ലൈക്ക് ഇതായത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പുറത്ത് വന്നിട്ട് ഇപ്പോൾ ഷോയെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു, അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുന്നു. ഷോയുടെ ഇൻക്രെഡിബിലിറ്റിയും അതിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് മോശമായി സംസാരിക്കുന്നു. ഓക്കെ, ഈ മോശമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനും എൻ്റെ മോൾ ഷൈന ആൾക്കാർക്കും ദർ ഇസ് എ റൈറ്റ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് മീ. ഓക്കെ, ക്ലിയർ? അതായത് ഈ പുള്ളി പറഞ്ഞത് ഇന്റർവ്യൂവിൽ കൊടുക്കരുത്. അതായത് ഇപ്പം ഞാൻ തെറ്റായിട്ടാണ് ഈ പറഞ്ഞ മാതിരി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയാണ് പറഞ്ഞ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ കോൾ മീ ആൻഡ് ലൈക്ക് ദേവു ഇനി ഇന്റർവ്യൂ കൊടുക്കരുത്, ഒരു മീഡിയയോടും നീ സംസാരിക്കരുത്, നീ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, ഓൾറെഡി കോൺട്രാക്ട് ആക്കി ഉള്ളതാണ്. കാരണം കോൺട്രാക്റ്റിൽ ഉണ്ട് ലൈക്ക് ഈ പറഞ്ഞ മാതിരി പോണ കാര്യം ആരോടും പറയരുത്, പോയിട്ട് തിരിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ഷോയെ മോശമായ രീതിയിൽ, അതായത് നമുക്ക് പേഴ്സണലി അനുഭവം ഇല്ലാത്ത
അറിയാത്തിടത്തോളം കാലം ഞാനിങ്ങനെ ഷോയെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിച്ചാൽ ഇനി ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കരുതെന്ന് പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു വശം, എനിക്ക് ശരിക്കും ഷോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നിട്ട് അത് ഞാൻ പുറത്ത് വന്ന് സംസാരിക്കുമ്പോൾ, സത്യസന്ധമായി ഉണ്ടായ കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം, എനിക്ക് ഷോയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ അത്ര അനുഭവിച്ചു എൻ്റെ ഉള്ളിൽ. ഓക്കെ, അവരുടെ ഈ കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ സത്യസന്ധത എന്ന് പറയുന്ന, ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് ഫേസ് ചെയ്ത കാര്യങ്ങൾ തെളിവ് സഹിതം, ഡീറ്റെയിൽ സഹിതം സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ചിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ വോയിസിൽ എനിക്കൊരു ത്രെട്ടായിട്ട് തോന്നില്ല. അതാണ് ഞാൻ രണ്ട് വശവും ഡിഫറൻഷ്യേറ്റ് ആയിട്ട് സംസാരിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഷോയെ മോശപ്പെടുത്താനുള്ള രീതിയിൽ വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കോൺട്രാക്ട് ഉള്ളതാണ്, അതിൻ്റെതായ രീതിയിൽ കോൺട്രാക്ട് ഉള്ളത്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഷോയെ മോശമാക്കി സംസാരിച്ചാൽ, കോൺട്രാക്റ്റിൽ മത്തങ്ങ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ഷോയെ മോശമാക്കി സംസാരിച്ചാൽ, നമുക്ക് അനുഭവമില്ലാതെ ഷോയെ മോശമാക്കി സംസാരിച്ചാൽ ദേ ക്യാൻ ടേക്ക് ആക്ഷൻ. അതിപ്പോൾ പറഞ്ഞ അതൊന്ന്. പക്ഷേ സിബിൻ പറഞ്ഞത് കോളിൽ ഫൈൻ തരും, നിന്റെ ലൈഫ് നശിപ്പിക്കും, ഭാവി നശിപ്പിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഇതിൽ ഇപ്പം ഞാൻ അവരായിട്ട് കുറച്ച് ടൈം പീരീഡ് തന്നെ ഈ ഇൻ്റർവ്യൂ, ഓഡീഷനും മറ്റു കാര്യങ്ങളായിട്ട് പോയിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ത്രെട്ട് ചെയ്യുന്ന ആള് മച്ചന്മാരുള്ള കാര്യം ഓപ്പണായിട്ട് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു ത്രെട്ടോ അങ്ങനെ ഒരു സംഭവമോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ടോക്ക് അഗൻസ്റ്റ് ദിസ്. ഇന്ന ആളായിരിക്കും കേട്ടോ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഇതേപോലത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ആൻഡ് ആ വാട്സപ്പ് വോയിസിൽ എനിക്കൊരു ത്രെട്ടും ഫീൽ ചെയ്തില്ല. ഇല്ലാത്തതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ വോയിസ് അവിടെ ആപ്റ്റാണ്. ഉള്ള കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ സിബിന് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു വോയിസേ കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഒരു വോയിസ് ത്രെട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. വാട്ട് എവർ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരും എക്സ് കണ്ടസ്റ്റൻ്റായ ഞാനും വെയിറ്റിംഗ് ആണ് ഇതിൽ എന്താണ് സത്യാവസ്ഥ. സിബിൻ്റെ ഭാഗത്താണ് സത്യം എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ ആക്ഷൻ വരട്ടെ. ഏഷ്യൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, സിബിൻ്റെ ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ അത് ഒക്കെ ലോയ്ക്ക് വിട്ടുകൊടുത്തേക്കാണ്. ലോ ഇതിനകത്ത് ഇറങ്ങി ഇപ്പം എന്തായാലും FIR ഫയൽ ചെയ്തിട്ടുണ്ട്. DSP അന്വേഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം വരട്ടെ, അന്വേഷിച്ച് കാര്യങ്ങൾ അറിയട്ടെ. അല്ലാതെ വെറുതെ നമുക്ക് കയറിയിട്ട് അങ്ങ് പോയിന്റ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ആൻഡ് ഈ വാട്സപ്പ് വോയിസിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടിയും പറയണം, എനിക്ക് അതിനകത്ത് ഒരു ത്രെട്ടും ഫീൽ ചെയ്തില്ല. കാരണം കോൺട്രാക്ട് ഉണ്ട്, കോൺട്രാക്ട് ബ്രീച്ച് ആക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ സിബിൻ്റെ സാഹചര്യം മറ്റു കാര്യങ്ങളും സിബിൻ അനുഭവിച്ചതായിട്ട് പറയുന്നു. അത് അന്വേഷിക്കട്ടെ. ഇതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഇതിൻ്റെ പുറകിൽ അഡ്വക്കേറ്റ് പറഞ്ഞ മാതിരി ഇതിൽ പുറകെ ആരൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് അവർ ആക്ഷൻ എടുത്ത് സത്യം തെളിയട്ടെ. അതേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്.